ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലെ എക്സസൈസ് 5.2 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ആദ്യം ചെയ്യുന്നത്. ചൂസ് ദ കറക്റ്റ് ചോയ്സ് ഇൻ ദ ഫോളോയിങ് ആൻഡ് ജസ്റ്റിഫൈ 13th ടേം ഓഫ് ദി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 10, 7, 4 ഈസ്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. 13th ടേം നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മുടെ പ്രോഗ്രഷൻ 10, 7, 4 എക്സെട്ര എന്നാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം എ ഈക്വൽ ടു 10 ആണ്. അതുപോലെ ഡി ഈക്വൽ ടു നമുക്ക് A2 മൈനസ് A1 അത് ഈക്വൽ ടു A2 7 ആണ്. 7 മൈനസ് 10 ഈക്വൽ ടു -3 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എൻ ഈക്വൽ ടു A1 അല്ലെങ്കിൽ A പ്ലസ് n-1 ഇൻറ്റു ഡി. ഇവിടെ നമുക്ക് 30 ആണ് വേണ്ടത്. 30, 90. അപ്പോൾ 30 ഈക്വൽ ടു A പ്ലസ് 30 മൈനസ് 1 ഇൻറ്റു ഡി. 30 ഈക്വൽ ടു 30 മൈനസ് 1 അതായത് 29. A1 പ്ലസ് 29D ഈക്വൽ ടു ഫസ്റ്റ് ടൈം ഇവിടെ 10 ആണ്. 10 പ്ലസ് 29 ഇൻറ്റു നമുക്ക് കോമൺ ഡിഫറൻസ് -3 ആണ് കിട്ടിയത്. അപ്പോൾ -3 ഈക്വൽ ടു 10 പ്ലസ് 29 ഇൻറ്റു -3 -87 ഈക്വൽ ടു 10 പ്ലസ് -87 ഈക്വൽ ടു -77. Thus, the 30th term is A30 equal to -77. ഇനി ഇതിലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ 11th term of an arithmetic progression -3, -1/2, 2, etc. Arithmetic progression equal to -3, -1/2, 2, etc. ഇവിടെ ഫസ്റ്റ് ടൈം A is equal to -2, B is equal to A2 minus A1 equal to -1/2 minus -3 equal to -1/2 plus 3 -1/2 plus 3. അപ്പോൾ 2 into 3 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 3 6. അപ്പോൾ ഈക്വൽ ടു -1 plus 2 into 3 6 divided by 2 equal to -1ഉം 6ഉം കൂടെ കൂട്ടിയാൽ 5 divided by 2 നമുക്ക് D is equal to 5/2 എന്ന് കിട്ടി. ഇനി നമുക്ക് 11th ടേം ആണ് വേണ്ടത്. അപ്പോൾ an is equal to A plus n-1 ഇൻറ്റു ഡി ആണ്. അപ്പോൾ A11 ഈക്വൽ ടു A plus 11 minus 1 into D. 11 equal to A plus 10 into D. Equal to ഇവിടെ വാല്യൂ കൊടുക്കാം. എയുടെ വാല്യൂ ഇവിടെ -3 ആണ്. അപ്പോൾ -3 പ്ലസ് 10 ഇൻറ്റു കോമൺ ഡിഫറൻസ് 5/2 ആണ്. 5/2 ഈക്വൽ ടു -3 പ്ലസ് ഈ 10നെയും ഈ 2നെ കട്ട് ചെയ്യാം. 5 into 5 equal to -3 plus 25 equal to -3ഉം 25ഉം കൂട്ടിയാൽ 25 നിന്ന് 3 കുറയ്ക്കണം. അപ്പോൾ 22 എന്ന ആൻസർ കിട്ടും. Thus, the 11th term is A11 equal to 22.